വാ വാ വാ, ഇരിക്കെ. ഈയായിട്ട് നിന്നെ കാണുന്നേ ഇല്ലല്ലോ. നിങ്ങളുടെ സഹോദരിയുടെ മകനെ കാണാൻ എന്താ വരാത്തത്? ഞാൻ ആശുപത്രിയിൽ ചെന്ന് കുഞ്ഞിനെ കണ്ടിരുന്നു. നാളെ നിന്റെ വീട്ടിലേക്ക് വരാനിരിക്കുകയാണ്. ഇരിക്കേ. നിങ്ങളുടെ തറവാട്ടിലെ സ്ത്രീകൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് അവർ വിവാഹം കഴിച്ച പുരുഷന്മാരിൽ നിന്നുമാണോ അതോ വല്ല ഗന്ധർവരിൽ നിന്നും പിശാചിൽ നിന്നുമാണോ? അനാവശ്യം പറയരുത്. നിങ്ങളുടെ സഹോദരി പറഞ്ഞാണിത്. സഹോദരി പറയുന്നതെല്ലാം സഹോദരനോട് പറയുന്നതാണ് മിസ്റ്റർ അനാവശ്യം. വിവാഹം കഴിച്ചതിന്റെ 8ാം മാസത്തിലാണ് അവൾ പ്രസവിച്ചതെന്നറിയാമോ? 8ാം മാസത്തിൽ പ്രസവിക്കുകയില്ലോ എന്ന് ഡോക്ടർമാരോടോ മെഡിക്കൽ സയൻസിൽ വിവരമുള്ളവരോടോ ചോദിക്കണം. അവൾ പ്രസവിച്ചത് എന്റെ കുട്ടിയല്ലെന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞാൽ ആ നിമിഷം അവളെ തന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടണം. പിന്നൊരു കാര്യം, എന്റെ സഹോദരി ആരുടെ കുഞ്ഞിനെയും കൊണ്ടായാലും ശരി എന്റെ വീട്ടിൽ കയറി വന്നാൽ ഞാൻ അവളെ എന്റെ കൂടെ താമസിപ്പിക്കേണ്ടി വരും. വേണ്ടി വന്നാൽ സംരക്ഷിക്കേണ്ടിയും വരും. കൂടുതൽ വലുതും അറിയാനോ പറയാനോ ഉണ്ടോ? എല്ലാ വിവരങ്ങളും എനിക്ക് മനസ്സിലായി സതീശൻ. നിങ്ങളുടെ ഭാര്യ ചെറുപ്പം മുതലേ ഒരു മാനസിക രോഗിയായിരിക്കുന്നു. ഗന്ധർവക്ഷേത്രവും സർപ്പക്കാവുമെല്ലാമുള്ള 4 തറവാട്ടിന്റെ അന്തരീക്ഷത്തിൽ വളർന്നതല്ലേ. അവരുടെ ഉപബോധ മനസ്സിൽ ആ അന്ധവിശ്വാസങ്ങൾ പ്രത്യേകമായൊരു ലോകം സൃഷ്ടിച്ചിരിക്കണം. രാത്രികാലങ്ങളിൽ അവൾ ഓർമ്മയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമായിരുന്നു. സോമാംബുലിസം എന്നൊരു രോഗമുണ്ട്, കേട്ടിട്ടില്ലേ? ഉണ്ട് ഡോക്ടർ. ആ രോഗമുള്ളവർ ഉറക്കത്തിൽ അവരറിയാതെ എഴുന്നേറ്റ് നടക്കും, പലതും ചെയ്തൊന്നും വരും. അങ്ങനെ മറ്റു പലതും സംഭവിച്ചിരിക്കും. സ്ത്രീക്കാവുന്നില്ല. പക്ഷേ രോഗത്തെ സ്വഭാവദൂഷ്യമെന്ന് പറയാം. ആലോചിച്ചു നോക്കൂ. ലക്ഷ്മിയെ നിങ്ങൾ ഒരു വിധത്തിലും വേദനിപ്പിക്കും. ആ കുഞ്ഞിനോട് സ്വന്തം മകനെന്ന നിലയിൽ പെരുമാറും, സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കും ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരു നല്ല ജീവിതമുണ്ടാകൂ. Jo. നലമടച്ചു അന്നു ദുർഗാഷ്ടമിയായിരുന്നു.
ലക്ഷ്മി, നമുക്ക് കഴിഞ്ഞതൊക്കെ മറക്കാം. ഞാൻ നിന്റെ സ്നേഹമുള്ള ഭർത്താവായിരിക്കും. നടക്കാൻ പോവാ മോനെ അച്ഛന്റെ കൂടെ. ഞാനും പറഞ്ഞു. വേണ്ട മോനെ, എനിക്കെല്ലാം കാണണം. മോൻ കൂടെ വരാൻ അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ എന്താ എന്നോട് ദോഷം? അച്ഛൻ എന്നെ പേടിപ്പിക്കും. എനിക്ക് അച്ഛനെ പേടിയാണ്. ഞാൻ അച്ഛന്റെ മോനല്ലേ. എന്തിനായി കുട്ടിനെ കുഞ്ഞിച്ചോണ്ടിരിക്കുന്നത്? അപ്പോ നമുക്ക് അവനെയും കൂടെ കൊണ്ടുപോവാം. വേണ്ട, കേൾക്കൂടാതെ. ഡീസലായിട്ട് പാടുന്നു. ഈ പ്രായത്ത് എങ്ങനെ പാടാൻ കഴിയും? ജന്മമാസത്തിലായിരിക്കും. മോനെവിടെ? സാറിനെ കണ്ടപ്പം കുട്ടി മുറിയിലേക്ക് ഓടിപ്പോയി.